NSSന്റെ നിലപാട് NSS വ്യക്തമാക്കട്ടെ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. NSSന്റെ വക്കാലത്ത് BJP ഏറ്റെടുക്കേണ്ടെന്നും കോടിയേരി. കൽപ്പറ്റയിൽ വയനാട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പ് പല തെരഞ്ഞെടുപ്പുകളിലും മതസാമുദായിക ശക്തികൾ ഒന്നിച്ചപ്പോഴും തെരഞ്ഞെടുപ്പിൽ വിജയം LDFനൊപ്പമായിരുന്നു. NSSന്റെ അഭിപ്രായം NSS സെക്രട്ടറി പറയുമെന്നാണ് കരുതുന്നത്. എന്നാൽ NSSന്റെ അഭിപ്രായം BJP ഏറ്റെടുക്കേണ്ടതെന്നും കോടിയേരി പറഞ്ഞു. വിമോചന സമരത്തിൽ ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമരത്തിന് അവർ നേതൃത്വം കൊടുത്തിരുന്നു. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ തുറന്നു പറയുകയാണ് വേണ്ടത്. അത് വ്യക്തമാക്കാൻ NSS നേതൃത്വം ഇന്നലെ പറഞ്ഞു ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കും. ആ തോൽപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞതുകൊണ്ട് അതിനിപ്പോൾ BJP വക്കാലത്ത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. NSSന്റെ നിലപാട് NSS തന്നെ പറയേണ്ടത്. NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് അഭിപ്രായം പറയാൻ BJPയുടെ സഹായം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറയാൻ NSSകാർക്ക് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് ലക്ഷ്യം. BJPക്കെതിരെ കോൺഗ്രസിന് ബദലാവാൻ കഴിയില്ല. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ പോലും മന്ത്രിസഭ രൂപീകരിക്കാനാവില്ല. വിവിധ സംസ്ഥാനങ്ങളിലെ അനുഭവം മുന്നിലുണ്ട്. കോൺഗ്രസ് MLAമാർ BJPയിലേക്ക് പോകുന്ന സാഹചര്യം പല സംസ്ഥാനത്തുമുണ്ടായി. ഇതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി മാറിയ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവം നോക്കിയാൽ ഈ കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് 80ലധികം MLAമാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂറുമാറി പോയിട്ടുള്ളത്, BJPയിലേക്ക് പോയത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ഭൂമിക്കായി സമരം നടത്തിയ ആദിവാസികൾക്ക് നേരെ വെടിയുതിർത്ത ഗവൺമെന്റായിരുന്നു UDFന്റേതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ആദിവാസികളുടെ സമഗ്ര വികസനം നടപ്പാക്കിയത് ഇടതുപക്ഷ സർക്കാരുകളാണെന്നും കോടിയേരി. കൽപ്പറ്റയിൽ ആദിവാസി ക്ഷേമ സമിതി നടത്തിയ ആദിവാസി സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുത്തങ്ങയിൽ ഭൂമിക്കായി സമരം നടത്തിയ ആദിവാസികൾക്ക് നേരെ വെടിയുതിർത്തത് ആന്റണി സർക്കാരാണ്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ സമരം ചെയ്ത ആദിവാസികളെ ജയിലടച്ചു. 3966 ആദിവാസികൾക്ക് ഭൂമി നൽകിയത് LDF സർക്കാരാണ്. ഈ സർക്കാർ ഭരണത്തിൽ തുടർന്നാൽ ആദിവാസികളുടെ വനാവകാശ നിയമത്തിൽ മാറ്റം കൊണ്ടുവരുമെന്നും കോടിയേരി പറഞ്ഞു. ഭൂമിക്ക് വേണ്ടി ചോദിച്ച ആദിവാസികൾക്ക് വെടിയുണ്ട സമ്മാനിച്ച ഭരണകൂടമായിരുന്നു AK ആന്റണിയുടെ ഭരണകൂടം. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആദിവാസികളെ ജയിലടക്കുകയാണ് ചെയ്തത്. വനാവകാശ പ്രകാരം കൈവശരേഖ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടവരെ ജയിലടച്ചുകൊണ്ടായിരുന്നു ആദിവാസികളെ നേരിടാൻ തയ്യാറായത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദിവാസി സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആദിവാസി ജനപങ്കാളിത്തത്തോടുകൂടി വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. രാവിലെ മീനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് ആദിവാസികളാണ് പങ്കെടുത്തത്. ജില്ലാ സെക്രട്ടറി A വാസുദേവൻ, CK ശശീന്ദ്രൻ MLA, EA ശങ്കരൻ, സീതാബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തുപകരാൻ റൂസ മാതൃക ഡിഗ്രി കോളേജ് പേരിയ ബോയ്സ് ടൗണിൽ ആരോഗ്യവകുപ്പിന്റെ 10 ഏക്കർ ഭൂമിയിലാണ് 12 കോടി രൂപ ചെലവിൽ കോളേജ് സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്ത് വയനാടിന് മാത്രമായി അനുവദിച്ച മാതൃക ഡിഗ്രി കോളേജിന്റെ ഡിജിറ്റൽ ശിലാസ്ഥാപനം മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ വീഡിയോ കോൺഫറൻസ് മുഖേന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വയനാടിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തുപകരാൻ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ റൂസയുടെ മാതൃക ഡിഗ്രി കോളേജ് പേരിയ ബോയ്സ് ടൗണിൽ സ്ഥാപിക്കും. ആരോഗ്യവകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന 10 ഏക്കർ ഭൂമിയിലാണ് 12 കോടി രൂപ ചെലവിൽ കോളേജ് സ്ഥാപിക്കുന്നത്. ഇതിൽ 7.2 കോടി കേന്ദ്രവിഹിതവും 4.8 കോടി സംസ്ഥാന വിഹിതവുമാണ്. ഉയർന്ന അക്കാദമിക് നിലവാരം ഉറപ്പാക്കുന്നതിനായി സ്ഥിരം അധ്യാപകരും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യവും ഇവിടെയുണ്ടാകും. ഒന്നാം ഘട്ട നടത്തിപ്പിലെ മികവിനെ തുടർന്ന് സംസ്ഥാനത്തെ കൂടുതൽ സ്ഥാപനങ്ങളെ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിൽ മോഡൽ ഡിഗ്രി കോളേജ് ആരംഭിക്കാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അംഗീകാരം നൽകിയത്. സംസ്ഥാനത്തെ 130ഓളം സ്ഥാപനങ്ങൾ റൂസ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമാണിത്.
സംസ്ഥാനത്ത് വയനാടിന് മാത്രമായി അനുവദിച്ച മാതൃകാ ഡിഗ്രി കോളേജിന്റെ ഡിജിറ്റൽ ശിലാസ്ഥാപനം മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ വീഡിയോ കോൺഫറൻസ് മുഖേന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. एक ही चीज को दो तरीके से देखा जा सकता है. जहाँ तक प्रयास का सवाल है, मुझे इस बात का संतोष है कि हम सही दिशा में हैं. हम निश्चित टाइम टेबल के साथ आगे बढ़ रहे हैं और दुनिया में शिक्षा की जो मानदंड बने हैं. അനുബന്ധ സമ്മേളനം തുറമുഖ മ്യൂസിയം പുരാവസ്തു സംരക്ഷണ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. OR കേളു MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വയനാട് വിഷൻ, മാനന്തവാടി. തോൽപ്പെട്ടിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് മതിയായ രേഖകളില്ലാതെ അനധികൃതമായി കടത്താൻ ശ്രമിച്ച മരത്തടികൾ പിടികൂടി. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. ലോറി ഡ്രൈവർ രക്ഷപ്പെട്ടു. ലോറിയും മരത്തടികളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 6 ലക്ഷം രൂപയോളം വില വരുന്ന ഐനി പ്ലാവ് തടികളാണ് കടത്താൻ ശ്രമിച്ചത്. കാട്ടിക്കുളം തോൽപ്പെട്ടിയിൽ എക്സൈസ് മരത്തടികൾ പിടിച്ച സംഭവത്തിൽ ലോറിയും മരത്തടികളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് വാഹന പരിശോധനയ്ക്കിടെ അനധികൃതമായി കർണാടകയിൽ നിന്ന് കടത്തിയ മരത്തടികളും ലോറികളും എക്സൈസ് ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. തുടർന്ന് ചരക്ക് സേവന വിഭാഗം എത്തുകയും ലോറി കണ്ടുകെട്ടി നോട്ടീസ് പതിക്കുകയുമായിരുന്നു. തുടർന്ന് ഉച്ചയോടെ തോൽപ്പെട്ടി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ P. സുനിൽ, ഫോറസ്റ്റുമാരായ രാമകൃഷ്ണൻ, സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ മരവും വാഹനവും കസ്റ്റഡിയിലെടുത്തു. മരത്തടികൾ ബത്തേരി വനംവകുപ്പിന്റെ ഡിപ്പോയിൽ എത്തിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ബോഡിയുടെ ഭാഗത്തിന് ചെത്തിയ പ്ലാവിന്റെ 20ഓളം തടികൾക്ക് മുകളിൽ ചാക്കിൽ കെട്ടിയ കാപ്പിത്തൊണ്ടും നെല്ലിന്റെ പതിരും ലോറിയുടെ മുകളിൽ മൂടിയിട്ടിരുന്നു. KL-18B 709 എന്ന ലോറിയും കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 6 ലക്ഷത്തോളം രൂപയുടെ മരത്തടികളാണ് പിടികൂടിയതെന്നാണ് കണക്കാക്കുന്നത്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. 5 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7-4-ൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി സന്തോഷ് ഭവനിൽ സോമനെയാണ് വെള്ളമുണ്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടക വീടിനടുത്ത് താമസിക്കുന്ന കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയതായാണ് പരാതി. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരമുള്ള കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇയാൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ താമസിച്ച് കെട്ടിട നിർമ്മാണ ജോലി ചെയ്തു വരികയാണ്. പ്രായപൂർത്തിയാവാത്ത ഗോത്ര പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയെ പിടികൂടാത്തതിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വേങ്ങൂർ, കുപ്പാടി എന്നിവിടങ്ങളിൽ CPM, DYFI എന്നിവയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബത്തേരി നഗരസഭയിൽപ്പെടുന്ന കുപ്പാടി, വേങ്ങൂർ എന്നിവിടങ്ങളിലാണ് പീഡനക്കേസിലെ പ്രതിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച OM ജോർജിനെ ഉടൻ പിടികൂടുക, OM ജോർജിനെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ മതപ്രമാണികളെ പിടിച്ച് തുറുങ്കിലടയ്ക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററുകളിലുള്ളത്. ഇതിനിടെ സംഭവം പുറത്തറിഞ്ഞ് 7 ദിവസം പിന്നിട്ടിട്ടും OM ജോർജിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇയാൾക്കായി ജില്ലയിലും മറ്റു ജില്ലകളിലും അയൽ സംസ്ഥാനങ്ങളിലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുമുണ്ട്. ഇത്രയും ദിവസമായിട്ടും കുറ്റക്കാരനെ പിടികൂടാത്തതിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. വയനാട് വിഷൻ, ബത്തേരി. ബത്തേരിയിൽ പ്രായപൂർത്തിയാവാത്ത ഗോത്രവർഗ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ഗോത്ര സംസ്ഥാന ചെയർമാൻ ബിജു കാക്കത്തോട് ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും 10% കേസുകളിലെ പ്രതികളെ പിടികൂടാൻ ഭരണവർഗത്തിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ പത്രമാധ്യമങ്ങളിലടക്കം നമ്മുടെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള ഒരു ആദിവാസി പെൺകുട്ടി കോൺഗ്രസിൻ്റെ ഉന്നത പദവി വഹിക്കുന്ന ഒരു വ്യക്തി, ഒരു നേതാവ് ക്രൂരമായി പീഡിപ്പിച്ചു. പീഡനത്തിന് 1.5 വർഷമായിട്ട് പീഡനത്തിന് ഇരയാക്കിയ ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടു. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും നടന്നിട്ടുമില്ല. ആ പ്രതിയെ പിടികൂടാനുള്ള ഒരു കാര്യക്ഷമത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് ഉന്നതങ്ങളിൽ ഈ രാഷ്ട്രീയ അധികാരികളും ഉന്നത വ്യക്തികളും തമ്മിൽ നല്ല അടുത്തുകൊണ്ടെന്ന് കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആദിവാസി പെൺകുട്ടികൾക്ക് നേരെ നിരന്തരം ലൈംഗിക പീഡനങ്ങളടക്കം നടക്കുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ലോക ക്യാൻസർ ദിനം. ക്യാൻസർ ദിനത്തിന്റെ ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം മാനന്തവാടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പ്രഭാകരൻ മാസ്റ്റർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VR. പ്രവീജ അധ്യക്ഷനായിരുന്നു. സബ് കളക്ടർ NSK ഉമേഷ് വിശിഷ്ടാതിഥിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളെ ഓർമ്മപ്പെടുത്തുകയും പരമാവധി അത് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് നാം അതുപോലെ നമ്മളോടൊപ്പമുള്ള ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വയനാട് ജില്ലയിലും ഇത് ആചരിക്കുകയാണ്. നമുക്കറിയാം, വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ 2 രോഗങ്ങൾ
നമ്മുടെ ജില്ലയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ക്യാൻസറാണ്, വേറെ ഒന്ന് കിഡ്നി സംബന്ധമായ അസുഖമാണ്. അപ്പോൾ ഇത് വളരെ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് വയനാട്ടിലെന്നാണ് പല സർവേകളും പറയുന്നത്. ജില്ലാ ക്യാൻസർ സെന്ററിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും രോഗി സംഗമവും നടത്തി. സംഗമം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ജെ പൈലി അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ നൂന മർജ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഷൂബിൻ, RCH ഓഫീസർ ഡോക്ടർ ദിനീഷ്, മെഡിക്കൽ ഓഫീസർ KV സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ലോക ക്യാൻസർ ദിനത്തിൽ ക്യാൻസർ ചികിത്സയിൽ മലബാറിലെ അഭിമാനമായി മാറുകയാണ് എടവക പുതിയിടം കുന്നിലെ അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്റർ. 1996 ട്രൈബൽ വകുപ്പ് അംബേദ്കർ ആശുപത്രിയായി സ്ഥാപിച്ച ആശുപത്രി ഇന്ന് ജില്ലാ ക്യാൻസർ സെന്റർ എന്ന നിലയിൽ ക്യാൻസർ രോഗികൾക്ക് അഭയകേന്ദ്രമായി മാറുകയാണ്. വയനാട്ടിലെ മാനന്തവാടി താലൂക്കിൽ എടവക പഞ്ചായത്തിലെ പുതിയിടംകുന്നിലാണ് ആധുനിക സംവിധാനങ്ങളോടുകൂടി ജില്ലാ ക്യാൻസർ സെന്റർ പ്രവർത്തിക്കുന്നത്. തുടക്കത്തിൽ ട്രൈബൽ വിഭാഗക്കാർക്ക് മാത്രമായുള്ള ആശുപത്രിയായി തുടങ്ങിയെങ്കിലും സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഘട്ടംഘട്ടമായ ഇടപെടൽ മൂലം മലബാറിന് അഭിമാനിക്കാവുന്ന വിധം ക്യാൻസറിന് മികച്ച ചികിത്സ നൽകാൻ ഈ ക്യാൻസർ ചികിത്സാലയത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2000-ലധികം ക്യാൻസർ രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയത്. പ്രതിമാസം 600-ലധികം പേർ OPയിലും എത്തുന്നുണ്ട്. 250-ലധികം കീമോതെറാപ്പിയും മാസത്തിൽ ഇവിടെ നൽകുന്നുണ്ട്. 18-19 വർഷത്തിൽ 1000-ഓളം പേരാണ് പുതുതായിട്ട് ക്യാൻസറിന് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തത്. 6000-ഓളം പേര് ഇവിടെ ചികിത്സ നേടി. ഇത് കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയാണ്. 2017-18 വർഷത്തിൽ വളരെ കുറച്ച് 250 തൊട്ട് 500-ഓളം പേരാണ് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. പോരാത്തതിന് രോഗികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 2000 പേര് ആ വർഷം ചികിത്സ നേടിയിട്ടുള്ളൂ. അതായത് അപ്പോൾ ഒരു 3-4 ഇരട്ടിയോളം പേഷ്യൻസ് ഈ ഒറ്റ വർഷം കൊണ്ട് തന്നെ വർദ്ധിക്കുകയുണ്ടായി. റേഡിയേഷൻ സെന്റർ സ്ഥാപിച്ചതോടുകൂടി റേഡിയേഷന് വേണ്ടി അന്യ ജില്ലകളിലേക്ക് പോകേണ്ട അവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായി. മെഡിക്കൽ കോളേജിലല്ലാതെ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ എറണാകുളത്ത് മാത്രമുള്ള ടെലികോബാൾട്ട് റേഡിയേഷൻ മെഷീനും 5 കോടി രൂപ മുടക്കിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആദിവാസികളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനും മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുമായി വയനാട് ഹെൽത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി 1996 ട്രൈബൽ വകുപ്പാണ് അംബേദ്കർ ആശുപത്രി സ്ഥാപിച്ചത്. ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സൊസൈറ്റിക്കായിരുന്നു ആദ്യകാലങ്ങളിൽ ഭരണ ചുമതല. എങ്കിലും 2007 ഈ സ്ഥാപനം ആരോഗ്യവകുപ്പിന് കൈമാറുകയായിരുന്നു. 7.5 ഏക്കർ സ്ഥലമുള്ള ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ആവശ്യമായ സ്ഥലവുമുണ്ട്. അധികൃതർ ഒന്നുകൂടി മനസ്സുവെച്ചാൽ കേരളത്തിലെ തന്നെ മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി നല്ലൂനാട് അംബേദ്കർ മെമ്മോറിയൽ ആശുപത്രി മാറുകയും ചെയ്യും. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ജില്ലയിലെ ഏക സർക്കാർ മേഖലയിലെ ക്യാൻസർ സെന്റർ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്നു. നല്ലൂർനാട് ക്യാൻസർ സെന്ററിലേക്ക് എത്തുന്ന രോഗികൾക്ക് വാഹന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പിലായില്ല. ഇതോടെ രോഗികൾ ദുരിതമനുഭവിക്കുകയാണ്. 1996 ട്രൈബൽ വകുപ്പ് എടവക ഗ്രാമപഞ്ചായത്തിലെ പുതിയിടം കുന്നിൽ ആശുപത്രി സ്ഥാപിച്ചത്. 2007 ആശുപത്രിയെ ആരോഗ്യവകുപ്പിന് കൈമാറുകയായിരുന്നു. ക്യാൻസർ ചികിത്സയ്ക്ക് മലബാറിലെ തന്നെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയായി ഇത് മാറിയിട്ടുണ്ട്. പ്രതിമാസം 600-ഓളം പേർ OPയിൽ ചികിത്സ തേടിയെത്തുന്നു. 250-ഓളം പേർ കീമോതെറപ്പി നടക്കുന്നുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നും അയൽസംസ്ഥാനമായ കർണാടകയിലെ കുട്ട, ബൈരക്കുപ്പ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിരവധി പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. എന്നാൽ ഇവിടേക്ക് എത്തിച്ചേരാൻ ബസ് സർവീസ് ഇല്ലെന്നുള്ളത് രോഗികളെ ഏറെ വലയ്ക്കുന്നു. 4 മൈലിലെത്തുന്നവർ ഓട്ടോയോ ടാക്സിയോ വിളിച്ച് ആശുപത്രിയിലെത്തേണ്ട ഗതികേടിലാണ്. മാനന്തവാടിയിൽ എടവക വഴി ആശുപത്രിയിലേക്ക് പോകുന്നവരും കല്യാണത്ത് പള്ളിക്കലിറങ്ങി ഓട്ടോറിക്ഷയോ ടാക്സി ജീപ്പുകളെയോ ആശ്രയിക്കണം. ഇത് നിർധനരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുമായ രോഗികൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. മുമ്പ് KSRTCയും സ്വകാര്യ ബസ്സും ഈ വഴി സർവീസ് നടത്തിയിരുന്നെങ്കിലും റോഡിൻ്റെ ശോച്യാവസ്ഥ കാരണം സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു. റോഡുകളെല്ലാം നവീകരിച്ചെങ്കിലും സർവീസുകൾ ആരംഭിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. സർജറി ഒഴികെയുള്ള എല്ലാ സംവിധാനങ്ങളും ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും കിടത്തി ചികിത്സ ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയെ ജില്ലാ പഞ്ചായത്തിന് വിട്ടു നൽകിയാൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ ഏർപ്പെടുത്താൻ കഴിയുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. വയനാട് ജില്ലയിലെ ഏക ക്യാൻസർ സെൻ്ററാണ് നല്ലൂർനാടുള്ള അംബേദ്കർ ക്യാൻസർ സെൻ്റർ. അവിടെ രോഗികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വാഹന സൗകര്യം അവിടേക്ക് വരുന്ന രോഗിക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 4 മൈൽ എന്ന് പറയുന്ന മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ പരിധിയിലുള്ള 4 മൈൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുന്ന രോഗികൾ ഓട്ടോറിക്ഷയോ അതുപോലെയുള്ള ടാക്സി വാഹനങ്ങളെ ആശ്രയിച്ചിട്ട് വേണം ഈ പറയുന്ന ആശുപത്രിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഈ രോഗം ബാധിച്ച് ദുരിത അനുഭവിക്കുന്ന ഈ ആളുകൾ ഇത്രയും പണം കൂടി ചെലവഴിച്ച് അവിടെ എത്തുന്ന ഒരു സാഹചര്യം അവരുടെ
സാഹചര്യം വളരെയധികം ബുദ്ധിമുട്ടേറിയതാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് മാനന്തവാടിയിൽ നിന്നൊരു സർക്കിൾ സർവീസെങ്കിലും KSRTC ആരംഭിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന സന്ദേശവുമായി 30ാമത് ദേശീയ റോഡ് സുരക്ഷാ വാരത്തിന് തുടക്കമായി. സുരക്ഷാ വാരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ നിർവഹിച്ചു. ഫെബ്രുവരി 10 വരെയാണ് സുരക്ഷാ വാരം. ഇതിന്റെ ഭാഗമായി ജില്ലയിലുടനീളം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ നിന്നും അപകടരഹിതമായ വയനാടിനെ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ചടങ്ങിൽ ജില്ലാ കളക്ടർ AR രാജകുമാർ അധ്യക്ഷനായി. R കറുപ്പസ്വാമി IPS മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. സമയത്ത് അവർ റോഡ് മുറിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ചെറിയൊരു പൂച്ചക്കുട്ടി റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ കാത്തിരിക്കുകയും പോകാനുള്ള സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ റോഡ് മുറിച്ചു കിടക്കുകയും ചെയ്യുന്നു. ആ ഒരു കാര്യം പോലും നമ്മുടെ ഇവിടെയുള്ള ആരും ശ്രദ്ധിക്കാറില്ല. ഒരു 20 മീറ്റർ അപ്പുറത്ത് സീബ്ര ലൈൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇപ്പുറത്ത് നിന്ന് മുറിച്ചു കിടക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. നാടിനഭിമാനമായി ബധിര വിദ്യാർത്ഥിയുടെ ഫുട്ബോൾ പ്രകടനം. കണ്ടത്തുവയൽ നെല്ലിയാട്ടുവീട്ടിൽ മുഹമ്മദ് റാഫിയാണ് ദേശീയ ബധിര കായികമേളയിൽ വെങ്കലം നേടിയ ടീമിൽ കേരളാംഗമായി ശ്രദ്ധേയനായത്. പോയവാരം ചെന്നൈയിൽ സമാപിച്ച 6ാമത് ദേശീയ ജൂനിയർ ബധിര കായികമേളയിലാണ് മുഹമ്മദ് റാഫിയും കൂട്ടരും താരമായത്. കേരളത്തിനു വേണ്ടി മത്സരിക്കാനിറങ്ങിയ ടീമിൽ ഫോർവേഡായി കളിച്ചാണ് റാഫി ടീമിനെ വെങ്കലം നേടുന്നതിന് യോഗ്യരാക്കിയത്. അണ്ടർ 18 വിഭാഗത്തിലാണ് ദേശീയതലത്തിൽ കേരളത്തിന് വെങ്കലം ലഭിച്ചത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റാഫി. കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്കൂളിൽ നിന്നും ലഭിച്ച പരിശീലനം മാത്രമാണ് ഫുട്ബോൾ രംഗത്ത് റാഫിക്കുള്ളത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും നിറഞ്ഞ പ്രോത്സാഹനമാണ് പ്രതിസന്ധികൾക്കിടയിലും റാഫിയെ മുന്നേറാൻ പ്രേരിപ്പിക്കുന്നത്. ചെന്നൈയിൽ വെച്ച് നടന്ന 23ാമത് ദേശീയ ബധിര കായികമേളയിൽ ഫുട്ബോൾ ടീമിൽ വെങ്കലം കരസ്ഥമാക്കിയ കുട്ടിയാണിത്. അപ്പോൾ ഈ നാടിന് എല്ലാം എന്നെ പരമാവധി എല്ലാവരും എന്താക്കിയിട്ടുണ്ട്. എല്ലാ സഹകരണങ്ങളും എനിക്കും എൻ്റെ മോനും എല്ലാവർക്കും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കൂടുതൽ പഠനത്തിന് ശേഷം കായിക രംഗത്തു കൂടി സർക്കാർ സർവീസിൽ കയറി നാടിന് സേവനം ചെയ്യണമെന്നാണ് മുഹമ്മദ് റാഫിയുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാദേശിക കൂട്ടായ്മകൾ മുഹമ്മദ് റാഫിക്ക് അനുമോദന സദസ്സുകളും സംഘടിപ്പിച്ചിരുന്നു. വയനാട് വിഷൻ, വെള്ളമുണ്ട. MSF അമ്പലവയൽ പഞ്ചായത്ത് സമ്മേളനം ആസിഫ് നഗറിൽ നടന്നു. ടൗണിൽ നടന്ന പൊതുയോഗം MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി MP നവാസ് ഉദ്ഘാടനം ചെയ്തു. അഷ്കർ ഫാറൂഖ് കോഴിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK അഷ്റഫ് അധ്യക്ഷനായിരുന്നു. പ്രതിനിധി സമ്മേളനം MSF ജില്ലാ പ്രസിഡന്റ് മുനീർ വടകര ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും നടന്നു. ഷുഹൈബ് MP നീർച്ചാലിനെ പ്രസിഡന്റായും ഷബാബ് ആണ്ടൂരിനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. എറണാകുളം മഹാരാജാസ് കോളേജിലെ കൊല്ലപ്പെട്ട SFI നേതാവ് അഭിമന്യുവിന്റെ ജീവിതകഥ പറയുന്ന പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന ചിത്രത്തിൽ അഭിമന്യുവായി വെള്ളിത്തിരയിലെത്തുന്നത് വയനാട്ടുകാരനാണ്. വാളാട് ആറോല പുല്ലുക്കുറിഞ്ഞിയിൽ ഗീതയുടെ മകൻ ആകാശ് 5ാം ക്ലാസ് മുതൽ സിനിമയെന്ന മോഹവുമായി നടന്ന ആകാശിന് ഈ അവസരം കൈവന്നത് കഠിനമായ പരിശ്രമത്തിലൂടെ തന്നെയാണ്. ആകാശിന് ജന്മനാട് ആഘോഷമായ സ്വീകരണമാണ് നൽകിയത്. ഞാൻ അഭിമന്യു, വട്ടവട. മനസ്സിൽ ആഗ്രഹം പോലെ നീ ഒരു ശാസ്ത്രജ്ഞനാകണം. രസതന്ത്രത്തിൽ ഗവേഷണം നടത്തുക എന്ന ആഗ്രഹത്തോടെ മൂന്നാറിലെ വട്ടവടയിൽ നിന്നും എറണാകുളം മഹാരാജാസ് കോളേജിലെത്തി കലാലയ രാഷ്ട്രീയത്തിലെ വർഗീയതയുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് രക്തസാക്ഷിയായ അഭിമന്യുവിന് വെള്ളിത്തിരയിൽ പുതുജീവൻ നൽകിയ വയനാട് വാളാട് ആറോല പുല്ലുകുറിഞ്ഞിയിൽ ഗീതയുടെ മകൻ ആകാശിന് ജന്മനാടിൻ്റെ സ്നേഹാദരം. സാധാരണ കുടുംബത്തിൽ പിറന്ന ആകാശ് വെള്ളിത്തിരയെന്ന മാസ്മരിക ലോകത്തിലെ നായക നടനായതിൻ്റെ ത്രില്ലിലാണ് കുടുംബവും വാളാട്ടെ നാട്ടുകാരും. 5ാം ക്ലാസ് മുതൽ സിനിമയെന്ന മോഹവുമായി നടന്ന ആകാശിന് അവസരങ്ങൾ കൈവന്നത് കഠിനമായ പരിശ്രമത്തിലൂടെ തന്നെയാണ്. കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ ജേർണലിസം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായ ആകാശിന് കോഴിക്കോട് നടന്ന ഓഡീഷനിൽ എത്തിയ 600ഓളം യുവാക്കളിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. RMCCയുടെ ബാനറിൽ നവാഗത സംവിധായകനായ വിനീഷ് ആരാധ്യ സംവിധാനം ചെയ്ത പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന സിനിമയിലാണ് ആകാശ് ഇപ്പോൾ നായക നടനായിട്ടുള്ളത്. ആകാശിനെ കൂടാതെ നിര്യാതനായ കമ്മ്യൂണിസ്റ്റുകാരനും മുൻ MLAയുമായ സൈമൺ ബ്രിട്ടോ, ഇന്ദ്രൻസ്, അനൂപ്, സോന നായർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മീഞ്ചന്ത ആർട്സ് കോളേജിലും വട്ടവടയിലെ അഭിമന്യുവിൻ്റെ വീട്ടിലും സൈമൺ ബ്രിട്ടോയുടെ വീട്ടിലുമാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്.
ഫെബ്രുവരി 2 വാരത്തോടെ സിനിമ റിലീസ് ചെയ്യും. തവിഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ മാസ്റ്റർ ആകാശിനെ ആദരിച്ചു. സിന്ധു സന്തോഷ്, വി.ജെ. ടോമി, CM ഫിലിപ്പ്, OM രാജപ്പൻ, പാപ്പച്ചൻ മുണ്ടുമാക്കൽ തുടങ്ങിയവരും പരിപാടിയിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. അദ്ദേഹം മനസ്സിലാക്കി അത് തൻ്റെ കുറവല്ല, തനിക്കുള്ളൊരു കഴിവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ചെറുതായിട്ടൊരു കോമിക് സീരിയൽ സ്റ്റാർട്ട് ചെയ്തു, മിസ്റ്റർ പി. ലോകപ്രശസ്തനായ അദ്ദേഹം ലോകപ്രശസ്തനായി കഴിഞ്ഞ ശേഷം സ്കൂബി-ഡൂ ഒരുപാട് നോളന്റെ കൂടെ സിനിമകളും ഒരുപാട് ലോകം കണ്ടിട്ട് സൈക്കോ വില്ലന്മാരായിട്ടുള്ള ജോക്കർ കഴിഞ്ഞ് വേറൊരു വില്ലനാണ്, ഒരു പക്ക സൈക്കോ വില്ലനായി അദ്ദേഹം വെള്ളിത്തിരയിൽ വന്നു. അദ്ദേഹം ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ഫോർ ബീയിങ് എ ആക്ടർ വി ഡസന്റ് നീഡ് എ ബ്യൂട്ടിഫുൾ ഫേസ് ഓർ മസ്കുലർ ബോഡി. ഒരു നടനാവണമെങ്കിൽ അഴകുറ്റ ബോഡിയോ സൗന്ദര്യമോ ഒന്നും വേണ്ട, നിശ്ചയദാർഢ്യമാണ് അഭിനയത്തോടുള്ള ആഗ്രഹം. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. ലക്കിടി അറമല റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായിരിക്കുന്നു. വർഷങ്ങളായി തകർന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി നിരവധി പദ്ധതികളുണ്ടെങ്കിലും വനം വകുപ്പിന്റെ അധീനതയിൽ വരുന്ന വഴിയായതിനാൽ റോഡ് പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലക്കിടി തളിപ്പുഴയെ ബന്ധിപ്പിക്കുന്ന അറമല 9-ാം വാർഡിൽപ്പെടുന്ന റോഡാണ് വർഷങ്ങളോളമായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായിരിക്കുന്നത്. റോഡ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും വനവകുപ്പിന്റെ അധീനതയിൽ വരുന്ന വഴിയായതിനാൽ റോഡ് പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുൻപ് അരണഗിരി എസ്റ്റേറ്റ് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്ത വഴിയാണ് ഇത്. പിന്നീട് എസ്റ്റേറ്റും വഴിയും ബാങ്ക് ജപ്തി ചെയ്യുകയും ബാങ്കിന്റെ കയ്യിൽ നിന്നും വനംവകുപ്പ് ഈ വഴി പിടിച്ചെടുക്കുകയുമായിരുന്നു. വയോധികരും കിടപ്പുരോഗികളും അടക്കമുള്ള 80-ൽ പരം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പൂർണ്ണമായും തകർന്ന ഈ വഴിയിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ പോലും വാഹനങ്ങൾ ഇവിടേക്ക് വരാൻ പോലും മടി കാണിക്കുകയാണ്. ഓട്ടോറിക്ഷയോ മറ്റും വന്നാൽ തന്നെ അമിത ചാർജ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക്. തലപ്പുഴയ്ക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ റോഡിൽ ഇതുവരെയായിട്ട് ഒരു പണികളും നടക്കുന്നില്ല. ഒരുപാട് രോഗികളും മറ്റുള്ള ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനും ഒക്കെ ഉള്ള വളരെ കഷ്ടത്തിലല്ലേ. റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. രോഗികളെ കൊണ്ടുപോകാനോ അത്യാവശ്യ ഘട്ടങ്ങളിൽ വണ്ടി വിളിച്ചാലോ വണ്ടിക്കാർ വരാൻ മടിക്കാണ്. അഥവാ വന്നാൽ തന്നെ അമിത ചാർജ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ മെയിൻ്റനൻസ് വരുന്നുണ്ട് വണ്ടിക്ക്. ഈ റോഡൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ. മുൻപ് പ്രദേശവാസികൾ റോഡ് വെട്ടാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുമുണ്ട്. നിലവിൽ വൈത്തിരി പഞ്ചായത്തിൽ നിന്നും ബാംഗ്ലൂർ വനം വകുപ്പിന്റെ ഹെഡ് ഓഫീസിലേക്ക് റോഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി കത്തുകളും അപേക്ഷകളും നൽകിയിരുന്നുവെങ്കിലും ഇത് പൊതുവഴിയായി ജനങ്ങൾക്ക് നൽകാൻ പറ്റില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇത്തരത്തിൽ വനം വകുപ്പിന്റെ പിടിവാശി കാരണം അറമല പ്രദേശത്തെ 80ഓളം കുടുംബങ്ങളുടെ വീടുകളിലേക്കുള്ള യാത്രയാണ് ദുസ്സഹമായിരിക്കുന്നത്. എത്രയും വേഗം അധികാരികൾ കണ്ണു തുറന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് വിഷൻ, വൈത്തിരി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന് ലൂർദ്മാതാ ദേവാലയത്തിന്റെ 111ാം വാർഷിക തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ഇന്നലെ നടന്ന ദിവ്യകാരുണ്യ ദിനത്തിൽ റവറൻ ഫാദർ കെൽവിൻ പാതുവ കാർമ്മികത്വം വഹിച്ചു. ജപമാല, ആഘോഷമായ സമൂഹബലി, നൊവേന എന്നിവയുണ്ടായിരുന്നു. മോസ്റ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേപ്പാടി ചൂരൽമല ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച 6 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഷോപ്പിംഗ് സെന്ററിലെ വാടകയ്ക്ക് നൽകിയ 3 മുറികൾ സ്ഥിരമായി അടഞ്ഞുകിടക്കുന്നു. ആകെ 6 മുറികളാണ് ഇവിടെയുള്ളത്. മേപ്പാടി സപ്ലൈകോ മാവേലി സ്റ്റോർ ഈ മുറികളിലേക്ക് മാറ്റിയാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് മേപ്പാടി പൗരസമിതിയുടെ അഭിപ്രായം. പഞ്ചായത്ത് ഷോപ്പിംഗ് സെന്റർ കം ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. അതിൽ 2 മുറികളിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മുറി ബസ് കാത്തിരിപ്പ് കേന്ദ്രമായി 2012 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 3 മുറികൾ ഒന്നിച്ച് പ്രിയദർശിനി സൊസൈറ്റി വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. വിഷു പടക്കങ്ങളുടെ വിൽപ്പന ഒഴികെ മറ്റ് ദിവസങ്ങളിൽ അത് പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ വാടക നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും മറ്റൊരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്നതും ഇപ്പോൾ ഊട്ടി റോഡിൽ പ്രവർത്തിക്കുന്നതുമായ സപ്ലൈകോ മാവേലി സ്റ്റോർ ഇവിടേക്ക് മാറ്റണം എന്ന ആവശ്യവുമായി മേപ്പാടി പൗരസമിതി ഭാരവാഹികൾ രംഗത്തു വന്നു. മേപ്പാടിയിൽ 100 കണക്കിന് ആളുകളെ എത്തുന്ന മാവേലി സ്റ്റോർ ഇന്ന് സ്ഥലപരിമിതികളാൽ വീർപ്പൂട്ടുകയാണ്. ടൗണിന്റെ തിരക്കേറിയ ഒരു ഭാഗത്താണ് മാവേലി സ്റ്റോർ ഉള്ളത്. ആ മാവേലി സ്റ്റോറിലെ ഗോഡൌൺ സൗകര്യം വളരെ കുറവാണ്. നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ എത്തിച്ചാൽ വെക്കുന്ന സ്ഥലമില്ലാണ് അവിടുത്തെ അഭിപ്രായം.
ഈ ഒരു സാഹചര്യത്തിലാണ് മേപ്പാടി KB റൂട്ടിലെ 3ഓളം വരുന്ന പഞ്ചായത്തിൻ്റെ റൂം വർഷങ്ങളായി കൂട്ടിക്കിടക്കുകയാണ്. വർഷത്തിലൊരിക്കൽ ഒരു പടക്ക കച്ചവടത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. KB റൂട്ടിലെ 3 റൂമുകൾ അടഞ്ഞുകിടക്കുകയാണ്. ആ തിരക്കിലുള്ള സ്ഥലത്ത് നിന്ന് മാവേലി സ്റ്റോർ ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലെ 3 മുറികൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. ദേശീയപാത വികസനം സംയുക്ത സർവേക്കിടെ വനംവകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സർവേക്കിടെ സ്വന്തം നിലയിൽ വനാതിർത്തികൾ നിർണയിച്ച് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതും ദേശീയപാതയിൽ ടാറിങ്ങിനോട് ചേർന്ന് വലിയ കല്ലുകളിടുന്ന നടപടിക്കെതിരെയുമാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ദേശീയപാത 766 നവീകരണം വനംവകുപ്പ് തടഞ്ഞതിനെ തുടർന്ന് MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ചർച്ചയെ തുടർന്നാണ് വനംവകുപ്പ്, റവന്യൂ, ദേശീയപാത വിഭാഗം എന്നിവയുടെ സംയുക്ത സർവേ നടത്തി അതിരുകൾ നിർണ്ണയിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ സർവേക്കിടെയാണ് ഫോറസ്റ്റ് മിനി സർവേ വിഭാഗം സർവേ നടന്ന ഭാഗങ്ങളിൽ റിസർവ് ഫോറസ്റ്റുകളുടെ അതിരുകൾ സ്വന്തം നിലയിൽ നിശ്ചയിച്ച് സർവേക്കല്ലുകൾ സ്ഥാപിക്കുന്നത്. ഇതിനു പുറമെ വനത്തിലൂടെ ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ടാറിങ്ങിനോട് ചേർന്ന് വലിയ കല്ലുകൾ ഇടുന്നതുമാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് നൂൽപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് സർവേ നടപടികൾ നിർത്തിവെപ്പിച്ചു. ഇത്തരത്തിൽ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം നടപടികൾക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാനുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. 38 സർവേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അതിൻ്റെ വ്യക്തമായ റെക്കോർഡ് പോലും ഇല്ലാതെ വനം വകുപ്പിൻ്റെ ഏകാധിപത്യ നടപടി മൂലം ഇപ്പോൾ അവർ ഈ റോഡ് സൈഡിൽ NHന്റെ സൈഡിൽ കല്ല് ഇട്ട് വരുന്ന ഒരു സർവേ കല്ല് എന്നുള്ള രീതിയിൽ കല്ലിട്ട് വരുന്ന അതിർത്തി തിരിച്ചുകൊണ്ട് വനവും NHും തമ്മിലുള്ള അതിർത്തി തിരിച്ചുകൊണ്ട് കല്ലിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ റോഡ് സൈഡിൽ മുഴുവൻ വലിയ ബോളറുകൾ കയറ്റി വെച്ചുകൊണ്ട് എപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലുള്ള നടപടിയുമായി വനംവകുപ്പ് മുമ്പോട്ട് പോകുന്നു. ഇത് ഈ പ്രദേശത്തുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. അതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം വനാതിർത്തിയിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നത് 1938 സർവേ പ്രകാരമുള്ള അതിർത്തിയിലാണെന്നാണ് സർവേക്ക് നേതൃത്വം നൽകുന്ന മിനി ഫോറസ്റ്റ് ഹെഡ് സർവേയർ അറിയിച്ചത്. ടാറിങ്ങിനോട് ചേർന്ന് വലിയ കല്ലുകൾ എടുത്തുവച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ബത്തേരി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനും അറിയിച്ചു. എന്തായാലും വരും ദിവസങ്ങളിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സർവേയും വനംവകുപ്പിൻ്റെ നീക്കങ്ങളും സജീവ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. മൂപ്പൈനാട് റിപ്പൺ 52 അൽ ഇഹ്സാൻ യൂത്ത് വിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റ് 3ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അരമംഗലം ചാലിൽ വിദ്യാർത്ഥി ഫെസ്റ്റും മതപ്രഭാഷണവും നടത്തി. സ്വർഗവാസികൾക്ക് മുമ്പിലായി കൊടി പിടിച്ച കൈകൾ നീട്ടിടാ. സമാപന പൊതുസമ്മേളനം മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രസിഡന്റ് KM അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. ഷൗക്കത്ത് അലി വെള്ളമുണ്ട മുഖ്യപ്രഭാഷണം നടത്തി. എടവക പാണ്ടിക്കടവ് പള്ളിയറ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഉത്സവ സംഭാവന സ്വീകരിക്കൽ ചടങ്ങ് നടത്തി. ആദ്യ സംഭാവന അഗ്രഹാരം മാങ്ങലാടി PP ബാലസുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്നും ക്ഷേത്രാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധീന്ദ്രൻ, സെക്രട്ടറി A മുരളീധരൻ, ട്രഷറർ അജേഷ് ബാബു, KR മുരളീധരൻ, മാതൃസമിതി ഭാരവാഹികളായ ഷിവ സുരേഷ്, MK അംബുജാക്ഷി, CK സുനിത തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 9 മുതൽ 14 വരെയാണ് മഹോത്സവം. തലപ്പുഴയിലെ തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ CPM പ്രാദേശിക നേതാക്കളായ 3 അംഗ കമ്മിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ചത്. മുൻ പഞ്ചായത്ത് സെക്രട്ടറി MR പ്രഭാകരൻ കൺവീനറും DYFI മാനന്തവാടി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K വിപിൻ, CPM വാളാട് ലോക്കൽ കമ്മിറ്റി അംഗം ബിന്ദുരാജൻ അംഗങ്ങളുമായ കമ്മിറ്റിയാണ് സഹകരണ വകുപ്പ് ചുമതലപ്പെടുത്തിയത്. 6 മാസത്തിനകം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബാങ്ക് തിരഞ്ഞെടുപ്പ് നടത്താനായി നടപടികൾ സ്വീകരിക്കണം. ഫെബ്രുവരി 2-നായിരുന്നു നിലവിലെ ബാങ്ക് ഭരണസമിതിയുടെ കാലാവധി. കാലാവധിക്കുള്ളിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കിയിരുന്നു. നിലവിൽ ജീവനക്കാരൻ്റെ മരണം ബാങ്ക് ഭരണത്തെ പ്രതികൂലമായി ബാധിച്ചതിനു പുറമെ CPMനെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് നയിച്ചത് ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനിടെ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 8 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേടുകൾ ബാങ്കിൽ നടന്നതായാണ് സൂചന. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിൻ്റെ മരണം ബാങ്കിനെയും CPMനെയും പ്രതിരോധത്തിലാക്കിയതിനു പുറമെ ഇത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ജീവനക്കാരൻ്റെ മരണത്തിൽ മറ്റൊരു ജീവനക്കാരനായ സുനീഷ് അറസ്റ്റിലായി റിമാൻഡ് ചെയ്തൊഴിച്ചാൽ മുൻ ബാങ്ക് പ്രസിഡന്റ് P വാസു, സെക്രട്ടറി നസീമ എന്നിവർക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. വാസുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ
ഫെബ്രുവരി 5 പരിഗണിക്കും. അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം സെക്രട്ടറിയായ നസീമയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. നസീമ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇതിനു പുറമെ ബാങ്കിലെ ഒരു മുൻ ജീവനക്കാരനും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് സൂചന. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. മലമ്പാമ്പിനെ പിടികൂടി. പടിഞ്ഞാറത്തറ കാപ്പുംകുന്ന് UC ഹുസൈൻ്റെ തോട്ടത്തിൽ നിന്ന് 47ഓളം കിലോ വരുന്ന മലമ്പാമ്പിനെ പിടികൂടി. ജെറുസലേം കാടുവെട്ട് ടീം അംഗങ്ങളും പ്രദേശവാസികളും പാമ്പിനെ പിടികൂടി കുറ്റിയാംവയൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ജിംസൺ, TP അനീഷ്, KD നജീബ്, അഭിലാഷ് PR, CM രാജു, ഷിബു, അജിത്, അനിൽ, അഭിലാഷ് K തുടങ്ങിയവർ ചേർന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്.